നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 ഒക്ടോബർ മാസം 13-ാം തീയതി തിങ്കളാഴ്ച. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസുകൾ ഉടമകൾ ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ. രാജ്യം ഡിജിറ്റൽ ലോകത്തേക്ക് കൂടുതൽ മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഈ ഒരു നീക്കം. നിലവിൽ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചവർക്ക് ചെല്ലാൻ വിവരങ്ങൾ, ലൈസൻസ് അപ്ഡേറ്റുകൾ എന്നിവ തത്സമയം ലഭിക്കും. എന്നാൽ മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കാത്തവർക്ക് ഈ വിവരങ്ങൾ ലഭിക്കുന്നതല്ല. ആയതിനാലാണ് ആധാറുമായിട്ട് ലൈസൻസ് ബന്ധിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഗതാഗത നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ ചെല്ലാൻ പിഴ വരുന്നത് മിക്ക വാഹന ഉടമകളുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല. പുതിയ കരട് നിയമം അനുസരിച്ച് ചെല്ലാൻ പുറപ്പെടുവിച്ച് 3 മാസത്തിനുള്ളിൽ പിഴ അടയ്ക്കൽ നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടും. ഒരു സാമ്പത്തിക വർഷത്തിൽ സിഗ്നൽ ലംഘനം, അപകടകരമായിട്ടുള്ള ഡ്രൈവിംഗ് തുടങ്ങിയ കുറ്റങ്ങൾക്ക് 3-ൽ കൂടുതൽ ചെല്ലാനുകൾ ലഭിച്ചാൽ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം അയച്ച ചെല്ലാനുകളിൽ 40% മാത്രമാണ് വാഹനോടമകൾ തിരിച്ചടച്ചിട്ടുള്ളത്. മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തതിനാൽ തന്നെ പലർക്കും ചെല്ലാൻ അലേർട്ടുകൾ ലഭിക്കുന്നില്ല. ഇതിനാൽ ചെല്ലാൻ അവഗണിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ വർദ്ധിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: KSRTCക്ക് വേണ്ടി പരസ്യങ്ങൾ പിടിക്കാൻ ഏതൊരാൾക്കും അവസരം നൽകുന്ന പുതിയ പദ്ധതിയുമായിട്ട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന KSRTCയെ രക്ഷിക്കാനാണ് പുതിയ പദ്ധതിയെന്ന് മന്ത്രി പറഞ്ഞു. ഈ പദ്ധതി ഉടൻ നിലവിൽ വരും. ഈ പദ്ധതി പ്രകാരം 1 ലക്ഷം രൂപയുടെ പരസ്യം KSRTCക്ക് നേടി നൽകുന്ന ഏതൊരാൾക്കും അതിൻ്റെ 15% കമ്മീഷനായിട്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് ലഭിക്കും. KSRTCയിൽ പരസ്യം പിടിച്ചുകൊണ്ട് ഏതൊരു ചെറുപ്പക്കാരനും മാന്യമായി ജീവിക്കാനുള്ള ഒരു പുതിയ തൊഴിലവസരമാണ് ഇതിലൂടെ തുറന്നു കൊടുക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. പരസ്യ കമ്പനികൾ കാരണം കഴിഞ്ഞ 6-7 വർഷങ്ങൾക്കുള്ളിൽ ഏകദേശം 65 കോടി രൂപയുടെ നഷ്ടമാണ് KSRTCക്ക് ഉണ്ടായത്. ടെൻഡർ എടുത്തതിന് ശേഷം ചില കമ്പനികൾ കള്ളക്കേസുകൾ ഉണ്ടാക്കുകയും കോടതിയിൽ പോയി ഇനത്തിൽ പണം കൈക്കലാക്കുകയും ചെയ്യുന്നതാണ് KSRTCക്ക് നഷ്ടമുണ്ടാകാനായിട്ട് കാരണം. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത്തരം കമ്പനികളെ കരിമ്പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ടെൻഡർ വിളിക്കുമ്പോൾ സംഘം ചേർന്ന് വരാതിരിക്കുക എന്ന പുതിയ തന്ത്രമാണ് അവർ പയറ്റുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: 3 സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് ധനസഹായം ലഭിച്ചതോടെ കിസാൻ സമ്മാൻ നിധിയുടെ 21ാമത്തെ ഗഡുവിനായിട്ട് കാത്തിരിക്കുകയാണ് കേരളത്തിലെ കർഷകരും. ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ കർഷകർക്കാണ് ഇത്തവണ 21ാമത്തെ ഗഡു ആദ്യം എത്തിയത്. കനത്ത മഴ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ എന്നീ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്താണ് തുക ഇവർക്ക് നേരത്തെ കേന്ദ്രം അനുവദിച്ചത്. ഇനി അറിയേണ്ടത് കേരളമടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളെ പറ്റിയാണ്. ഇതുവരെ ഔദ്യോഗിക തീയതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പുതിയ ഗഡു അത് ദീപാവലിക്ക് മുൻപ് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. 2025 ഒക്ടോബർ 20-നകം ഇത് ഉണ്ടായേക്കുമെന്നാണ് വിവരം. എങ്കിലും ഇവയിലൊന്നും സ്ഥിരീകരണമില്ല. കഴിഞ്ഞ വർഷം 18ാമത്തെ ഗഡു ഒക്ടോബർ 5-നാണ് ബാങ്കിലെത്തിയത്. മുൻ ഷെഡ്യൂളുകൾ അനുസരിച്ച് അടുത്ത പേയ്മെൻറ്റ് ഇതിനകം എത്തിയിരിക്കണം. എന്നാൽ സംസ്ഥാനങ്ങൾ ഇപ്പോഴും ഇത് കാത്തിരിക്കുകയാണ്. ഇത് ദീപാവലി സമ്മാനമായിട്ട് എത്തുമോ ഇല്ലയോ എന്നതാണ് ഇപ്പോഴുള്ള പ്രധാന ചർച്ചാ വിഷയം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഒക്ടോബർ മാസം മുതൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 1600 രൂപ ലഭിക്കുന്നവർ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. നമ്മളിൽ പലർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചായത്ത് തലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, നമ്മുടെ അടുത്തുള്ള കോർപ്പറേഷൻ തലങ്ങളിൽ നിന്നൊക്കെ തന്നെ ഒരുപക്ഷെ വാർഡ് മെമ്പറോ കൗൺസിലറോ ഒക്കെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം എന്നൊരു ആവശ്യം ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അത് നിർബന്ധമായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടതാണ് എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരോടും ഇത് സമർപ്പിക്കാൻ നിലവിൽ പറഞ്ഞിട്ടില്ല. ചുരുക്കം ചിലരോട് മാത്രമാണ് ഒരു വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പലരുടെയും പെൻഷൻ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിർദ്ദേശം ലഭിച്ചിട്ടുള്ളവർ അവർ മാത്രം ഈ രേഖകൾ നിലവിൽ സമർപ്പിച്ചാൽ മതിയാകും. അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാവരും ഇത്തരത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഒന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി ഇപ്പോൾ അപേക്ഷ വയ്ക്കേണ്ട ആവശ്യവുമില്ല. ആവശ്യപ്പെട്ടിട്ടുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതിയാകും. എല്ലാവരോടും മസ്റ്ററിംഗ് മാത്രമായിരുന്നു പൂർത്തീകരിക്കാനായിട്ട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. അതിൻ്റെ തീയതികൾ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. മസ്റ്ററിംഗ് ചെയ്തവർക്കെല്ലാം ആയിരിക്കും ഇനി മുതൽ പെൻഷൻ തുടർന്ന് അങ്ങോട്ട് എല്ലാ മാസങ്ങളിലും ലഭിക്കുകയും ചെയ്യുക. മസ്റ്ററിങ്ങിൻ്റെ സമയപരിധി അവസാനിച്ച സമയത്തും ഇനി എന്തെങ്കിലുമൊക്കെ കാരണവശാൽ
ഒരുപക്ഷെ മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കാതെ പോയവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇളവുകളോടുകൂടി ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള അവസരം സർക്കാർ ഒരുക്കി നൽകുന്നുണ്ട്. മസ്റ്ററിംഗിൻ്റെ സൈറ്റ് നമുക്കറിയാം എല്ലാ മാസങ്ങളുടെയും 20-ാം തീയതി വരെ ഓപ്പൺ ആയിരിക്കും. 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ എല്ലാ മാസവും 20-ാം തീയതിയോടെ ഇത് ക്ലോസ് ആവുകയും ചെയ്യുന്നതാണ്. സോ അതിന് മുൻപ് തന്നെ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അക്ഷയ കേന്ദ്രങ്ങളിൽ അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും മനസ്സിലാക്കിയിരിക്കുക. ഒക്ടോബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം 20-നും 30-നും ഇടയിലുള്ള തീയതിയിലായിരിക്കും ഉണ്ടാവുക. 25-ന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഉത്തരവ് പുറത്തു വരിക. അതിനുശേഷമായിരിക്കും തുക വിതരണം ഉണ്ടാവുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ തുടരുകയാണ്. ഇന്നലെ പവന് 400 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില വീണ്ടും 91,000 രൂപ കടന്നിരുന്നു. വ്യാഴാഴ്ച സ്വർണ്ണവില 91,000 എന്ന റെക്കോർഡ് വില മറികടന്നിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച വില കുറയുകയും ഉച്ചയ്ക്ക് ശേഷം കൂടുകയും ചെയ്തു. അന്താരാഷ്ട്ര സ്വർണ്ണവില $4,017. ഒരു പവൻ 22 കാരറ്റ് സ്വർണ്ണത്തിൻ്റെ വിപണി വില നിലവിൽ 91,120 രൂപയാണ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായിട്ടുള്ള 5%, GST 3%, ഹാൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഒരു പവൻ സ്വർണ്ണാഭരണം ഇന്ന് വാങ്ങണമെങ്കിൽ 98,000 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടതായിട്ട് വരും. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.